ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഫിലിം അല്ലെ, ഒരു രക്ഷയില്ല. മറിമായൻ ടീമിന്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു വരവ്. അതെ, പഞ്ചായത്ത് ജെട്ടി അതാണ് സിനിമയുടെ പേര്. എന്താണ്, സലീം ഹസനും മണികണ്ഠനും രണ്ടുപേരും കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ, രണ്ടുപേരും ലീഡ് റോൾ ചെയ്തിട്ടുള്ള സിനിമ കേട്ടോ. നല്ല ഫ്രഷ് കോമഡിയും കാര്യങ്ങളും അല്ലെ, ഒരു രക്ഷയില്ല. നമുക്ക് മറിമായ ഇപ്പോഴും ആളുകൾ കാണുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ശൈലി, ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചിരി രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കറക്റ്റ് ആയിട്ട് എന്താണോ രാഷ്ട്രീയം, എന്താണോ കാര്യങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുടുങ്ങാശ്ശേരി എന്ന ഒരു ചെറിയൊരു ഗ്രാമം, ഒരു പഞ്ചായത്ത്, ആസ്പദമാക്കിയിട്ടാണ് മൊത്തം കഥ. ആ പഞ്ചായത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പഞ്ചായത്തിന്റെ കാര്യമല്ല, ഓരോ വീട്ടിലെ പ്രശ്നങ്ങളും നന്നായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് മറിമായം ഫുള്ളായിട്ട് കണ്ട ഒരു ഫീൽ. കറക്റ്റ് ചിരി തന്നെ, വെറും ചിരി തന്നെ. പിന്നെ നല്ല കാര്യങ്ങളായിട്ട് ഈ സലീം ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല അഭിനയം കിട്ടാൻ അല്ലേ. നല്ല അടിപൊളി. എന്ന് പറയുന്ന ആള് ആദ്യമായിട്ടല്ലേ ആളുടെ സിനിമ. ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി ലീഡ് റോൾ ചെയ്യുന്ന ബിഗ് സ്ക്രീനിലെ ഫസ്റ്റ് സിനിമയാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നില്ല. അതെ, കോമഡി ആണെങ്കിൽ കോമഡി, അതുപോലെ തന്നെ ചില ഭാഗത്തൊക്കെ അദ്ദേഹത്തിന്റെ സങ്കടം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇമോഷനൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നല്ലോണം ചിരിപ്പിച്ചിട്ടുണ്ട്, നല്ലോണം ചിന്തിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും മനസ്സൊന്നും വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും സിനിമയിലുണ്ട്. പിന്നെ മെയിൻ എന്ന് പറയുന്നത് ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്കുള്ള ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഇവരുടെ. കാരണം ഒരു മറിമായ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ അന്ന് തൊട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇപ്പൊ ഈ സലീം ഹസൻ ആണെങ്കിലും, അല്ലെങ്കിൽ മണികണ്ഠനാണെങ്കിലും, ഉണ്ണിരാജ ആണെങ്കിലും, മണി ഷൊർണൂര്, പിന്നെ രചന നാരായണൻകുട്ടി. ഈ സിനിമയിൽ അഭിനയിച്ച ആരും തന്നെ വെറുതെ ഒരു കഥാപാത്രമായിട്ട് വന്നു പോകുന്നവരല്ല. നല്ല നല്ല കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയാനൊന്നും അതിന് നമുക്ക് സമയമുള്ളൂ. പിന്നെ ഈ ഒരു പഞ്ചായത്തിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കുറെ വാക്കേറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളാണ് ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അതിൽ തന്നെ എടുത്തു പറയുന്നത് യാത്രാ പ്രശ്നം പറഞ്ഞിട്ട് ബസ് വാങ്ങുന്നു, അതിനുശേഷം ശ്മശാനത്തിന്റെ കാര്യം വരുന്നു. അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി അതിനെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അതിന്റെ പിന്നിലുള്ളതെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് സലീം കുമാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സലീം കുമാർ പ്രധാന ഒരു ഫേമസ് ആയിട്ടുള്ള നടന്ന് പറഞ്ഞ സലീം കുമാർ ആണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് ഭരണപക്ഷം ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അത് ഭരണപക്ഷം എങ്ങനെയും ഒന്ന് സെറ്റാക്കി വരുമ്പോൾ അത് ഇമേജിനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ സമരം ചെയ്ത, അതായത് ഒരു സംഭവം വരാൻ വേണ്ടി സമരം ചെയ്ത അവർ തന്നെ ആ സംഭവം കൊളാക്കാൻ വേണ്ടി പിന്നിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വരുന്നു. നന്മ ചെയ്യുന്ന പൊതുപ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നും ഇതുപോലുള്ള കള്ളക്കളികൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു കാണിച്ചിരുന്ന സിനിമ. ക്ലൈമാക്സ് നല്ല അടിപൊളി വമ്പൻ കോമഡി ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല കോമഡിയാണ്. ഓരോരോ മന വെച്ചിട്ടുള്ള ഓരോ സംസാരം, ഓരോ ഡയലോഗുകളും, ഓരോ വർത്തമാനങ്ങളും, ഓരോ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വളരെ ചിരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മള് ഈ സിനിമ കാണാൻ പോകുമ്പോ എന്താണോ മനസ്സിലുണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ട് തരാൻ ഈ ഒരു സിനിമക്ക് സാധിക്കും. സിനിമയ്ക്ക് പോകുന്നവരോട് പറയേണ്ടത് നമ്മളൊരു സാധാരണ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമ. അതെ, വല്ലാണ്ടൊന്നും ചിന്തിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. അത് അവര് ആ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ എടുത്തത് മൊത്തം ടോട്ടല് അടിപൊളിയാണ് അല്ലെ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതെ, ഫാമിലി ഈ സിനിമക്ക് കയറുമെന്നും ഇതൊരു വലിയ ഹിറ്റ് ആവുമെന്ന് ഉറപ്പാണ്. കാരണം പിന്നെ നമ്മുടെ കൂടെ സിനിമ കാണുമ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മണി ഷൊർണൂര് എന്ന് പറഞ്ഞ ആളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ടൊക്കെയാണ് പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ, എല്ലാവരും ഹാപ്പിയാണ്. അതെ, മനസ്സിൽ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ചിരിച്ച് ചിന്തിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പോയി കാണുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ടിക്കറ്റ് എടുക്കുക, സിനിമ കാണുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ.